അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്നത് ഏതോ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ജീവികളാണെന്നാണ്. അല്ല, മനുഷ്യന്മാർ തന്നെയാണ്. അതും മലയാളികളാണ് എന്ന് മാത്രമല്ല, നമ്മുടെ സമുദായത്തിൻ്റെ മക്കളുമാണ്. ഇവരേതെങ്കിലും ഒരു സാംസ്കാരിക സംഘടനയുടെയോ അല്ലെങ്കിൽ അവരുടെ ക്ലബിൻ്റെയോ ആഘോഷത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഫയർ ഡാൻസോ അല്ലെങ്കിൽ റോഡ് ഷോയോ ഒന്നുമല്ല. മറിച്ച് ഇത് ഒരു വിവാഹമാണ്. ഒരു വിവാഹ വീട്ടിലേക്ക് പുതിയാപ്ലയുടെ കൂടെ പോകുന്ന നമ്മുടെ സമുദായത്തിൻ്റെ മക്കളാണ്. കണ്ണൂർ ജില്ലയിലെ മത്തിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. ആദ്യം ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ അത്തരത്തിൽ എന്തെങ്കിലും ഡാൻസോ മറ്റോ ഒക്കെ ആണെന്നോർത്ത് അവഗണിച്ചതാണ്. പക്ഷെ പിന്നീട് ഇതിനെക്കുറിച്ച് പലരും പ്രതികരിക്കുന്നത് കണ്ടപ്പോഴാണ് കൂടുതൽ ശ്രദ്ധിച്ചതും ഇത് ഈ സമുദായത്തിൻ്റെ മക്കളുടെ കല്യാണ ആഘോഷമാണ് എന്ന് മനസ്സിലാക്കിയതും. എന്തൊരു ഗതികേടാണ്! ഈ സമുദായം ചെന്ന് ചാടിയ അധപ്പതനത്തിൻ്റെ ആഴം എത്ര വലുതാണ്! കല്യാണം എന്നത് ഇസ്ലാമിലെ പുണ്യകരമായ എന്ന് മാത്രമല്ല ഏറ്റവും ലളിതമായി നടത്തപ്പെടണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു ഇബാദത്താണ്. അതിനെ ഇന്നത്തെ സമുദായം ഏതെല്ലാം കോലത്തിലും എന്തെല്ലാം മാമൂലുകളിലും ആക്കി മാറ്റിക്കഴിഞ്ഞു. മുസ്ലിം സമുദായത്തിൻ്റെ വിവാഹത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് മുസ്ലിമീങ്ങൾക്ക് പോലും അറപ്പ് തോന്നാണ്. ഈ തുള്ളുന്ന, ഈ കോലം കെട്ടുന്ന ഈ ചെറുപ്പക്കാരുടെയൊക്കെ ധാരണ ഇതൊക്കെ എന്തോ വലിയ ഒരു അഴകാണ്, വലിയൊരു സംഭവമാണ് എന്നൊക്കെയാണ്. സത്യത്തിൽ അത് കാണുന്ന അധിക ജനങ്ങൾക്കും ഇത് വെറുപ്പാണ്. ഇത് കാണുന്ന ഒരു സാധാരണക്കാരനായ വിശ്വാസിക്ക് വലിയ ദേഷ്യം തോന്നും. അത്രയും വൃത്തികേടുകളാണ് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നത്. പിന്നെ ചുരുക്കം ചില ജൻസി പിള്ളേർക്കും അവരോട് ഒപ്പിച്ച് നിൽക്കുന്ന ചില ആളുകൾക്കുമൊക്കെ ഇതൊരു ആഘോഷമായിട്ടോ ഒരു ആനന്ദമായിട്ടോ ഒക്കെ അനുഭവപ്പെട്ടേക്കാം. അതിനപ്പുറം ബഹുഭൂരിപക്ഷത്തിനും ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളോട് വെറുപ്പാണ്, പുച്ഛമാണ്, ദേഷ്യമാണ്. പക്ഷെ നമ്മുടെ മക്കൾ അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. അവരുടെ കൂട്ടുകാരൻ്റെ ഒരു വിവാഹത്തിൻ്റെ പേരിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, അവസാനത്തേതുമല്ല. ഇതിനു മുമ്പ് എന്തെല്ലാം കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ടാൽ അറപ്പു തോന്നുന്ന രീതിയിലുള്ള വിവാഹ ആഘോഷം കൂട്ടുകാരുടെ പേരിൽ നടത്തപ്പെട്ടത് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. എന്തൊക്കെ തോന്നിയാസങ്ങളാണ് ഒരു കല്യാണത്തിൻ്റെ പേരിൽ ഈ സമുദായത്തിൻ്റെ മക്കള് കാട്ടിക്കൂട്ടുന്നത്. നമ്മൾ ഇതിനെ ഒരു തടയിടണ്ടേ? നമ്മൾ മറ്റു മതസ്ഥരായ ആളുകൾ നോക്കൂ. ഹൈന്ദവർ അവരുടെ വിവാഹത്തിൽ ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങൾ അവർ കാട്ടിക്കൂട്ടാറുണ്ടോ? ക്രൈസ്തവർ അവരുടെ കല്യാണങ്ങളിൽ ഈ വേണ്ടാത്തരങ്ങൾ അവർ നടത്താറുണ്ടോ? അവരൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചൊരു വിവാഹം നടത്തിയാൽ പോലും ഒരു പാട്ടോ ഒരു ഡാൻസോ, അതും വളരെയേറെ മര്യാദയോടെ വരുന്ന അതിഥികളെ ആദരിച്ചുകൊണ്ട് ഒരു ചെറിയ രീതിയിലൊക്കെ നടത്തുന്നു. അതിനപ്പുറത്തേക്ക് കണ്ടാൽ വെറുപ്പ് തോന്നുന്ന, അറപ്പ് തോന്നുന്ന ഇത്തരത്തിലുള്ള തോന്യാസങ്ങൾ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന ഹൈന്ദവരോ ക്രൈസ്തവരോ നടത്താറില്ല എന്നതൊരു സത്യമാണ്. ഇത് ഈ സമുദായത്തിൻ്റെ മക്കൾ സന്തോഷിക്കാനും ആഘോഷിക്കാനും ഒക്കെ വേണ്ടി ചെയ്തു കൂട്ടുന്ന കോപ്രായങ്ങളാണ്. ഇതിന് തടയിടണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അവസാനത്തെ സംഭവമൊന്നുമല്ല. ഇത് കണ്ടിട്ട് ഇതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് വേറെ കോലത്തിൽ വേറെ കുറെ ചെറുപ്പക്കാരിറങ്ങും. ഇതിനാദ്യമേ ചില ആളുകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ കാണിച്ചു കൊടുത്തതിൽ നിന്നൊക്കെ പിടുത്തം വിട്ടുപോയി. ഇപ്പൊ ഈ കോലത്തിൽ ചെയ്ത്താന്റെയും ജിന്നിന്റെയും അല്ലെങ്കിൽ പിശാചിന്റെയും ഒക്കെ കോലം കെട്ടിയിട്ട് വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഇനി ഇത് കണ്ടിട്ട് വേറൊരു കൂട്ടർ വേറൊരു പദ്ധതി പ്ലാൻ ചെയ്യും. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് സമുദായത്തിൻ്റെ മക്കൾ ഈ സമുദായത്തെ നാറ്റിക്കാൻ വേണ്ടി പലതും കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിനൊരു തടയിടണ്ടേ? ഇതിനൊരു അറുതി വരുത്തണ്ടേ? എൻ്റെ അഭിപ്രായത്തിൽ 3 വിഭാഗം ആളുകൾ ശ്രമിച്ചാൽ, മനസ്സ് വെച്ചാൽ ഇതിന് തടയിടാൻ കഴിയും. ഒന്നാമത്തത് ആലിമീങ്ങൾ തന്നെയാണ്, പണ്ഡിതന്മാർ. വെള്ളിയാഴ്ചകളിൽ എല്ലാ പള്ളികളിലും ജുമുഅയ്ക്ക് മുമ്പ് പ്രസംഗം നടക്കുന്ന സ്ഥലങ്ങളുണ്ട്, ശേഷം നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ആ വെള്ളിയാഴ്ചകളിൽ അതുമാത്രമല്ല, അവർക്ക് കിട്ടുന്ന വേദികളിലൊക്കെയും നിരന്തരമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ പേക്കൂത്തിനെ വിമർശിച്ചു കൊണ്ടിരിക്കണം. ഒരു ചെറുപ്പക്കാരനെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ അതിൽ നിന്നും മാറുന്ന രീതിയിൽ അവരുടെ മനസ്സിനെ പാകപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ
ഓരോ പണ്ഡിതന്മാരും, ഖതീബുമാർ, ഉസ്താദുമാർ, വഅ്ള് നടത്തുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട കാലമാണ്. ഖബറും മഹ്ശറയും ഒക്കെ നമ്മൾ പറയുന്നതിനപ്പുറം ആ ഖബറിലേക്കും മഹ്ശറയിലേക്കും ഒക്കെ എത്തുന്ന നമ്മുടെ മക്കൾ ഇവിടെ ആടിത്തിമർക്കുന്ന ഇത്തരത്തിലുള്ള കോപ്രായങ്ങളെ കൂടി നമ്മൾ ചൂണ്ടിക്കാണിച്ചും വിമർശിച്ചും ശാസിച്ചും പ്രസംഗിക്കേണ്ട അത്യാവശ്യമായൊരു കാലഘട്ടമാണ്. രണ്ടാമത്തെ വിഭാഗം ഉമറാക്കളാണ്. ഓരോ മഹല്ലും കൈകാര്യം ചെയ്യുന്നത് ആ നാട്ടിലുള്ള ഉമറാക്കളാണ്, അവരുടെ കൈകാര്യകർത്താക്കൾ. അവർക്ക് ഇതിൽ പണ്ഡിതന്മാരെക്കാൾ വലിയ മാറ്റം വരുത്താൻ കഴിയും. കാരണം ആ നാട്ടിലെ പ്രധാനികളായിരിക്കുമല്ലോ പല പള്ളികളിലുമുള്ള പ്രസിഡന്റും സെക്രട്ടറിയും കമ്മിറ്റിക്കാരുമൊക്കെ. ഇത്തരത്തിലുള്ള തോന്യാസങ്ങൾ കല്യാണത്തിൽ ഉണ്ടെങ്കിൽ അതിൽ ഞങ്ങൾ പങ്കെടുക്കില്ല, മഹല്ലിൽ നിന്ന് ഖത്തീബ് വരില്ല അല്ലെങ്കിൽ ഉസ്താദ് വരില്ല എന്ന് കട്ടായം പറയാൻ കമ്മിറ്റിക്കാർക്ക് കഴിയണം. എങ്ങനെ പറയാൻ പറ്റും? പല കമ്മിറ്റിക്കാരുടെയും ബന്ധുക്കളുടെ കല്യാണത്തിനായിരിക്കും ഇത്തരം തോന്യാസങ്ങൾ നടക്കുന്നത്. സെക്രട്ടറിയുടെ കുടുംബക്കാരന്റെ കല്യാണത്തിനായിരിക്കും ഈ പേക്കൂത്ത് നടത്തുന്നത്. അപ്പൊ സെക്രട്ടറിക്ക് മിണ്ടാൻ കഴിയൂല. ആ ഒരു ചിന്ത മാറ്റിവെച്ച് ഇച്ഛാശക്തിയോടുകൂടി ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ആ കമ്മിറ്റിക്കാർ ഒരു ഉറച്ച തീരുമാനമെടുത്തു പ്രഖ്യാപിച്ചാൽ ഒരു പരിധിവരെ എന്നല്ല, നല്ലൊരു മാറ്റം ഈ വിഷയത്തിൽ നടത്താൻ നമുക്ക് കഴിയും. അങ്ങനെ ചെയ്തിട്ടുള്ള പല മഹല്ലുകളുമുണ്ട് മാതൃകയാക്കാൻ പറ്റിയത്. മുമ്പ് പല മഹല്ലുകളുടെയും അത്തരത്തിലുള്ള നോട്ടീസുകളും ഫ്ലക്സുകളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ ജമാഅത്ത് കമ്മിറ്റിയും കർശനമായൊരു തീരുമാനം ഈ വിഷയത്തിൽ എന്താ എടുക്കാത്തത്? മുമ്പൊക്കെ നമ്മുടെയൊക്കെ ജമാഅത്ത് കമ്മിറ്റികൾ വീഡിയോഗ്രാഫർമാർ വീഡിയോ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ ഇടയിലേക്ക് പോയി ഇങ്ങനെ വീഡിയോകളിൽ സകലതും ഒപ്പിയെടുക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി കർശനമായ തീരുമാനമെടുത്ത പല മഹല്ലുകളുമുണ്ട്. ആ മഹല്ലുകൾ പോലും, അവിടുത്തെ കൈകാര്യകർത്താക്കൾ പോലും ഇപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ മിണ്ടാതിരിക്കുന്നു എന്നതൊരു ദുഃഖമാണ്. ഓരോ ജമാഅത്ത് കമ്മിറ്റിക്കാരും നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. നാളെ നിങ്ങളോടും ചോദ്യം ചെയ്യപ്പെടും. ആ ഒരു ബോധം ഉണ്ടാകണം. കമ്മിറ്റിക്കാരനാണ്, ഞാൻ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ് എന്ന് മേന്മ പറയാനോ അല്ലെങ്കിൽ വല്യാളാണെന്ന് വരുത്തി തീർക്കാനോ ഉള്ള സ്ഥാനമല്ലത്. ഒരു മഹല്ലിലെ, ആ ജമാഅത്തിലെ അംഗങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നതിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും. പിന്നെ മൂന്നാമത്തെ വിഭാഗം, ഓരോ കല്യാണങ്ങൾ നടക്കുമ്പോഴും ആ നാട്ടിൽ കുറെ കാരണവന്മാരുണ്ടാകുമല്ലോ, ആ നാട്ടിൽ കുറെ നല്ല ചെറുപ്പക്കാരുണ്ടാകുമല്ലോ. ഇത്തരം തോന്യാസം കാണിച്ചു വരുന്ന ആളുകളെ അവിടെ അകറ്റി നിർത്തണം. ഈ പണി ഇവിടെ പറ്റില്ല എന്ന് ആർജവത്തോടു കൂടി പറയാൻ കഴിയണം. ഒരു 10 പേരതിന് തയ്യാറായാൽ മതി. ഒരു 5 സ്ഥലങ്ങളിൽ അത് നടപ്പിലാക്കിയാൽ മതി. 6ാമത്തെ സ്ഥലത്ത് ഇത്തരം തോന്യാസം ചെയ്യുമ്പോൾ അവരൊന്നും മടിക്കും. ഇതാരും മിണ്ടുന്നില്ല. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെന്തൊരു വൃത്തികേട് എന്നിങ്ങനെ വെറുപ്പ് പറയാനല്ലാതെ ഈ വൃത്തികേടിനൊരു തീരുമാനമുണ്ടാക്കാൻ പലരും ശ്രമിക്കാറില്ല. അതുകൊണ്ട് ഇടപെടണം. നാട്ടിലുള്ള നല്ലവരായ കാരണവന്മാർ, ചെറുപ്പക്കാർ ഇടപെട്ടുകൊണ്ട് ഇത് പാടില്ല ഈ കല്യാണത്തിന് എന്ന് പറയാൻ കഴിയണം. പക്ഷെ എന്ത് ചെയ്യാനാ? ആരും അതിനിറങ്ങുന്നില്ല. ജെൻസി പിള്ളേരെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുക. അതിൻ്റെ പരിണതിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കോലം കെട്ടലുകളാണ്, എന്തെല്ലാം പേക്കൂത്തുകളാണ്. ഇസ്ലാമിലെ വിവാഹമാണ്. ഇങ്ങനെ ഒരു വിവാഹത്തിന് ആരാണ് ചെറുപ്പക്കാരെ നിങ്ങൾക്ക് മാതൃകയുള്ളത്? നിങ്ങൾ ഈ ചെയ്യുന്ന കോമാളിത്തരം അതിന് ഈ സമുദായം വരെ വില കൊടുക്കേണ്ടി വരികയാണ്. ഈ സമുദായത്തെ വരെ ആക്ഷേപിക്കപ്പെടുകയാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൂടെ? അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഒരു അഭിപ്രായമാണ്, ഈ 3 വിഭാഗം പണ്ഡിതന്മാർ ഉത്തരവാദിത്തമുള്ളവരാണ്, പ്രതികരിച്ചേ പറ്റൂ. അതുപോലെ കൈകാര്യകർത്താക്കൾ, കമ്മിറ്റിക്കാർ ബാധ്യതയുള്ളവരാണ്, അതിന് തീരുമാനമെടുത്തേ പറ്റൂ. പിന്നെ ഓരോ നാട്ടിലുമുള്ള കാരണവന്മാർ, ചെറുപ്പക്കാർ ഇങ്ങനെ ഒന്ന് കോപ്രായവും വേണ്ടാത്തരവും കാണിച്ചു വരുമ്പോൾ പ്രതികരിക്കാൻ നട്ടെല്ല് കാണിച്ചേ പറ്റൂ. നമ്മുടെ ഈ സമൂഹം അല്ലെങ്കിൽ ഈ സമുദായം ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.